ഐ ആം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. കാരണം ഒരുപാട് കാലം ഞാൻ എനിക്ക് കൊടുക്കുന്ന പ്രോമിസുകളൊക്കെ ഞാൻ ബ്രേക്ക് ചെയ്യായിരുന്നു. പക്ഷെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ എനിക്ക് കൊടുത്ത പ്രോമിസുകൾ കീപ്പ് ചെയ്യുന്നത്, എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്യുന്നത്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടും അൺകംഫർട്ടബിൾ ആയിട്ടും ഇട്ടിട്ട് പോകാൻ തോന്നിയിട്ട് ഓരോ ദിവസവും എനിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ലൈഫിൻ്റെ പല ഏരിയയിലും ചെറിയ രീതിയിൽ ഗ്രോത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ജേണി അൺകംഫർട്ടബിൾ ആണ്. ട്രാൻസ്ഫോർമേഷൻ കുറച്ച് മെസ്സി ആണല്ലോ. നമ്മൾ കുറേ വർഷം കുറേ സെറ്റ് ഓഫ് പാറ്റേൺസ്, ഹാബിറ്റ്സ് അതെല്ലാം ഫോളോ ചെയ്തിട്ട് പെട്ടെന്ന് അതിനകത്ത് നിന്നൊക്കെ ഒരു മാറ്റം കൊണ്ടുവരുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. എന്നാലും ഞാൻ ഈ ഒരു ജേർണി എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോ ദിവസവും ഞാനായിട്ട് കൂടുതൽ കണക്റ്റ് ആവുന്നുണ്ട്, എൻ്റെ മിസ്റ്റേക്സുകൾ മനസ്സിലാക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി വർക്ക് എടുക്കുക. മറ്റുള്ളവരെ ശ്രദ്ധിക്കാതിരിക്കുക, അവരുടെ ഒപ്പീനിയൻ കേൾക്കാതിരിക്കുക. എന്തെങ്കിലും നമുക്ക് ഉപകാരപ്പെടുന്ന, നമ്മളെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നമ്മൾ എടുക്കുക. ഹെൽത്തി ക്രിറ്റിസിസംസ് ഒക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾക്കല്ലേ അറിയുള്ളൂ നമ്മുടെ ആഗ്രഹം എന്താണ്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുക. വളരെ ചെറിയൊരു ജീവിതമാണ് നമുക്കിവിടെ ഉള്ളത്. നമ്മൾ മറ്റുള്ളവരെ പേടിച്ചിട്ടും മറ്റുള്ളവരുടെ ജഡ്ജ്മെൻ്റ് ഒക്കെ പേടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കരുത്. ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾ തുടങ്ങുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കണം. നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിലും, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റില്ല എന്ന് തോന്നിയാലും, ഇമ്പോസിബിളായിട്ട് തോന്നിയാലും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങളെക്കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ചെയ്തെടുക്കാൻ പറ്റുന്നത് നിങ്ങൾ സ്വയം വിശ്വസിക്കുക. എന്നിട്ട് ഓരോ ദിവസവും നിങ്ങൾ സ്കിൽസിൽ വർക്ക് ചെയ്യുക. നിങ്ങളെ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുക. തളർന്നു പോവും, ചിലപ്പോൾ സങ്കടം വരും, പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെ ഈ ഒരു ജേർണീൻ്റെ പാർട്ടാണ്. നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക. കഴിഞ്ഞ 27 ദിവസം കൊണ്ട് ഒരുപാട് നല്ല മാറ്റങ്ങൾ എനിക്കുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അൺലേൺ ചെയ്യുന്നുണ്ട്. ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ തന്നെ പുഷ് ചെയ്യുക. ജെന്റിലായിട്ട് നമ്മളുടെ അടുത്ത് പെരുമാറുക. നമ്മളെ ഹാഷായിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുക. നമ്മളുടെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറുക. കാരണം യു ഡിസേർവ് യുവർ ലവ്, യു ഡിസേർവ് യുവർ ടൈം, കെയർ ആൻഡ് എവറിത്തിങ്. സോ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ടാസ്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. പല ദിവസങ്ങളിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല. ഞാൻ എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അത്ര രീതിയിൽ ഫിസിക്കലി മെൻ്റലി ഒക്കെ ടയേർഡായി പോകാറുണ്ട്. എന്നാലും കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് പറ്റുന്ന പോലെ ഞാനിങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ചലഞ്ച് ബ്രേക്ക് ചെയ്യാതെ 27 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഈ ജേർണി എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്തത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക. ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ടൈം കൊടുക്കുക, നിങ്ങളോട് സംസാരിക്കുക, നിങ്ങളുടെ കൂടെ ഇരിക്കുക, നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ വാലിഡേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. സങ്കടപ്പെട്ട് ജീവിക്കാം, സന്തോഷത്തോടെ ജീവിക്കാം. എല്ലാം ഒരു ചോയ്സാണ്. ഇപ്പോഴത്തെ ലൈഫ് സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ ലിമിറ്റ് ചെയ്ത് വെക്കരുത്. ചിലപ്പോൾ ഫൈനാൻഷ്യലി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് പെയിൻ നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടാവും. ഇറ്റ്സ് ഓക്കെ. ഇതെല്ലാം കടന്നു പോകും. നിങ്ങൾ ഒരു മൈൻഡ് സെറ്റ് മാത്രം വെച്ചാൽ മതി. എന്തൊക്കെ എൻ്റെ ലൈഫിൽ സംഭവിച്ചാലും ഞാൻ എണീറ്റ് നിൽക്കും, ഞാൻ മുന്നോട്ടേക്ക് പോകും, ഞാൻ എൻ്റെ കൂടെ നിൽക്കും, എന്നെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു മൈൻഡ് സെറ്റ് വെക്കുക, മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടേ ഇരിക്കുക. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഐ എം സെൻഡിങ് യു സോ മച്ച് ലവ് ആൻഡ് പ്രേയേഴ്സ്. ധൈര്യമായിട്ടിരിക്കുക. എവറിത്തിങ് വിൽ ബി ഫൈൻ. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷോപ്പ് ചെയ്യുക, നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. നമ്മുടെ ലൈഫ് മാറണം എന്നുണ്ടെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ചെറിയ ചെറിയ ഹാബിറ്റ്സിൽ ഫോക്കസ് ചെയ്താൽ മതി. കുറച്ച് സമയം ഫോക്കസ്ഡ് ആയിട്ട് ഒരു കാര്യത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് മാസ്റ്റർ ആവാൻ പറ്റും. കൺസിസ്റ്റൻസിയാണ് ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾക്ക് ടയേർഡായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുക. നിങ്ങൾ നിങ്ങളെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ആക്ഷൻ എടുക്കുക. എല്ലാം റെഡി ആവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, സന്തോഷമായിരിക്കുക, സമാധാനമായിരിക്കുക. നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല, സ്വയം നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഇവിടെ ചുറ്റും നമ്മളെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. സോ ആസ്ക് ഹെൽപ്പ്. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക.
ചില മൊമെന്റ്സിൽ നമുക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നും, ഭയങ്കര ഓവർവെൽംഡ് ആയി തോന്നും, അൺകംഫർട്ടബിൾ ആയി തോന്നും, നമുക്ക് ഒരു റിസൾട്ടും കാണാൻ പറ്റാതെ തോന്നും. ഇറ്റ്സ് ഓക്കെ, അതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല, എല്ലാം റെഡി ആവും. നിങ്ങൾ സങ്കടപ്പെടാണ്ടിരിക്കുക, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാനും ഒരുപാട് ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു, സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വെറുതെ ഇരുന്ന് സങ്കടപ്പെട്ടുകൊണ്ടോ നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ വെറുതെ അത് ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അതിനുവേണ്ടി ആക്ഷൻ എടുക്കണം, നമ്മൾ അതിനുവേണ്ടി സ്കിൽസ് ബിൽഡ് ചെയ്യണം, നമുക്ക് വേണ്ടി ഷോപ്പ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് റിസൾട്ട് വരുള്ളൂ. അഫർമേഷൻസും മെഡിറ്റേഷനും വിഷ്വലൈസേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ആക്ഷൻ കൂടെ വേണം. ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോൾ മാത്രമാണ് നമുക്കൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വിഷ്വലൈസ് ചെയ്തിട്ടോ അഫർമേഷൻ പറഞ്ഞിട്ട് മാത്രം ഒന്നും മാറില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. ഓൾവേസ് ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് ഒരു സാഹചര്യവും കാണുന്നില്ലെങ്കിലും, നിങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാർ നിങ്ങളെ വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ. നിങ്ങളെ വിശ്വസിക്കാതിരുന്നാൽ മതി. നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ നീ പൊട്ടനാ, മണ്ടനാ, നിനക്ക് കഴിവില്ല, നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കാൻ നിൽക്കരുത്. നമ്മളോട് നമ്മൾ പൊട്ടനാന്ന് പറഞ്ഞാൽ തീർന്ന്. നമ്മളെ അങ്ങ് വിശ്വസിക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, റിസൾട്ട് എന്തും ആയിക്കോട്ടെ. നമ്മളെ ഫോക്കസ് ചെയ്യുക, നമ്മൾ വർക്ക് ചെയ്യുക. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുക, റിസൾട്ടിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. റിസൾട്ടൊക്കെ താനെ വന്നോളും. അതുകൊണ്ട് നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി നിങ്ങളാണ്. നിങ്ങളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക, സ്നേഹിക്കുക. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും സ്വയവും കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫ് മാറുന്നത് കാണാൻ പറ്റും. സക്സസ്ഫുള്ളി 27 ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് പ്രൗഡാണ് എന്നെക്കുറിച്ച് ഓർത്തിട്ട്. സോ നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഒരിക്കലും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത് കേട്ടോ. ഒരിക്കലും നിങ്ങളുടെ ഡ്രീംസിലോ നിങ്ങളുടെ സെൽഫിലോ ഒന്നും ഗിവ് അപ്പ് ചെയ്യരുത്. ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യം വെച്ചിട്ട് ഒരിക്കലും നിങ്ങളെ വിലയിരുത്താൻ പാടില്ല. കാരണം സാഹചര്യങ്ങൾ മാറും, സമയം മാറും. അതുകൊണ്ട് always believe in yourself, be gentle with yourself. So thank you so much for your valuable time. It means a lot. I love you all. Bye. നാളെ കാണാം.